ദുഃഖകരമായ സാഹചര്യം അല്ലെ പ്രതിസന്ധികൾ ഇതൊക്കെ വരുമ്പോൾ മഞ്ജു എങ്ങനെ കരുത്തോടെ നേരിടണമെന്ന് മനസ്സിനെ പഠിപ്പിക്കുകയാണോ? എന്തൊക്കെ വാക്കുകൾ കേട്ടാലും മറ്റ് ആരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും ആ ഒരു നഷ്ടം എപ്പോഴും അതിനൊരു വാക്വം എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയൊക്കെയോ അതങ്ങ് ഫേസ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. നേരെ ഉള്ളുകൊണ്ട് മഞ്ജു കരയായിരിക്കും. മഞ്ജു വാര്യരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് 2022 മെയിലാണ്. ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. അത് അവർ സംസാരിക്കുന്നത് ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ പറയുന്നത്. നമസ്കാരം കൂട്ടുകാരെ, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് മഞ്ജു വാര്യർ സ്വന്തം മകളായിട്ടുള്ള മീനാക്ഷിയെ അന്ന് കൂടെ കൊണ്ടുപോയില്ല എന്നുള്ള വാർത്ത. ഒരമ്മ സ്വന്തം മകളെ ഉപേക്ഷിച്ചു പോയതാണോ? എന്നാൽ നമുക്കൊക്കെ പുറത്തു നിന്ന് കണ്ട് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിച്ചു പോകും. അന്ന് മഞ്ജു എടുത്തത് ഒരു തോറ്റുകൊടുക്കലായിരുന്നില്ല, മറിച്ച് ഒരു അമ്മയുടെ ഏറ്റവും വലിയ ത്യാഗമായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടി വരും. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കുറിപ്പില് ഈ ഒരു വിവാഹമോചനത്തിന്റെ തൊട്ട് പിന്നാലെ അമ്മ മഞ്ജു വാര്യർ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ മഞ്ജു പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്റേതല്ലാത്ത ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല, വലിയൊരു ഹൃദയവേദനയോടെയാണ് മകളെ അവിടെ നിർത്തി പോരുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് വിശകലനം ചെയ്യേണ്ടത്. അതായത് ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? രണ്ട് ഭാഗത്തു നിന്നും അഭിഭാഷകർ ഏറ്റുമുട്ടും. കളിച്ചു ചിരിച്ച് നടക്കേണ്ട ആ ഒരു ചെറിയ പ്രായത്തില് സ്വന്തം അച്ഛനെയും അമ്മയെ കുറിച്ചൊക്കെ കോടതി മുറിയിൽ വക്കീലന്മാർ ചോദിക്കുന്ന വിഷം തുപ്പുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ കുട്ടിക്ക് നിൽക്കേണ്ടി വരും. ആ ഒരു മാനസിക സംഘർഷം ആ കുട്ടിയുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം. ശരിക്കും എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ തന്നോടുള്ള വാശിക്കാണെങ്കിൽ പോലും അച്ഛന്റെ കയ്യിൽ മകൾ സുരക്ഷിതമായിരിക്കുമെന്ന് ആ അമ്മ വിശ്വസിച്ചിരുന്നു, ഉറച്ചു തന്നെ വിശ്വസിച്ചിരുന്നു. സ്വന്തം അമ്മ എന്ന സ്വാർത്ഥതയെക്കാളും മകളുടെ സമാധാനത്തിന് മുൻഗണന നൽകിയത് കൊണ്ടാണ് അന്ന് മഞ്ജു കേസിന് പോകാതെ മാറി നിന്നത്. എന്നാലും വർഷങ്ങൾ കൊണ്ട് ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരം തേടിയ ആരാധകരുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് മകൾ അന്ന് പോയില്ല? ചിലർ പറഞ്ഞു അമ്മ തെറ്റുകാരി ആയതുകൊണ്ടാണ് അമ്മയുടെ കൂടെ പോവാത്തതും, പിന്നെ അച്ഛനെ പേടിച്ചാണ് എന്നൊക്കെയുള്ള കുറേ അഭിപ്രായങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതിനുള്ള ഒരു തീർപ്പ് മഞ്ജു തന്നെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനിടയിലാണ് അടുത്ത ഒരു കേസും കൂടെ. സനൽകുമാർ ശശിധരനെ കഴിഞ്ഞ ദിവസം അയാളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നല്ലോ. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണ്, അവരുടെ ചില നിയന്ത്രണത്തിലാണ്, പിന്നെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഈ ഒരു സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യരും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞത് 2022 മെയിലാണ്. ഞാനൊരു വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടു. അത് അവർ സംസാരിക്കുന്നത് ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ റീസൺ പറയുന്നത് അവർ കൊല്ലപ്പെടുന്നതാണ്. സനൽകുമാർ ശശിധരൻ, അതിൽ ഈ പുള്ളിക്കാരൻ മഞ്ജു വാര്യരുടെ പുറയിൽ കൂടിയിട്ട് അത് ഏകദേശം ഇപ്പോൾ 10 വർഷം അടുപ്പിച്ചാൽ പറയും. സ്ഥിരം ഇത് തന്നെയാണ് കലാപരിപാടി. പുള്ളിക്കാരൻ ഓരോ ഇന്റർവ്യൂ വന്നിട്ട് മഞ്ജു വാര്യർ ഞാൻ റിലേഷനിലാണ്, മഞ്ജു വാര്യർ ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്ഥിരം ഈ പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് ഇത് കേട്ടപ്പോഴത്തേക്കും കുറേ പേര് പറഞ്ഞത് മഞ്ജു വാര്യർ അല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോയിസ് ചേഞ്ചർ യൂസ് ചെയ്തിട്ട് ആ വോയിസ് മാറ്റിയതാണ് പറഞ്ഞത്. എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. എന്റെ പ്രശ്നമല്ല, നിന്റെ കുറെ സാധനങ്ങൾ ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം, നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത്, നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാൾ മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നു തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടായിരുന്നു നിനക്ക് എന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങിയാണിത്. അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്? അതെങ്ങനെ പറയുന്നു? അല്ല same thing year after year. Why do you keep asking the same thing? Just forget it and move. Just forget it. Vidu. ഇത് ഇങ്ങനെ വിടുന്ന എന്റെ നാട്ടു റോഡിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടു എന്ന് പറയുന്നത് നിനക്ക് നാളെ നിന്റെ 2 വർഷം ഇങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് അത് പറ. പുതിയ റിലേഷൻഷിപ്പ് ഇഷ്യൂ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. യെസ്, മഞ്ജു വാര്യരാണേ. അതായത് മലയാളം അറിയാത്ത മഞ്ജു വാര്യർ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ആരോ ആണ്. അത് നമ്മൾ തമിഴ്മാർ ഈ മലയാളം സംസാരിക്കുമ്പോഴത്തേക്കും ഒരു തമിഴ് ചുവ കയറി വരും മലയാളത്തിൽ. ആ സെയിം ഇതിന്. അത് മഞ്ജു വാര്യർ നോർമലി സംസാരിക്കുന്ന സമയത്തും കംപ്ലീറ്റ്ലി മലയാളമാണ് യൂസ് ചെയ്യാറ്. പുള്ളിക്കാരൻ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആളാണ്. അതിൽ ഇടയ്ക്ക് വേർഡ്സ് ഉപയോഗിക്കില്ലാണ്ട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാളല്ല മഞ്ജു വാര്യർ. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷാണ്. പിന്നെ പുള്ളിക്കാർക്ക് മലയാളം അറിയത്തില്ല. ഈ കാണിക്കുന്ന വോയിസ് ചേഞ്ചർ ആണെങ്കിൽ ഓക്കെ ഓഡിയോ മാറും, പക്ഷേ മലയാളം അറിയാത്തത് എങ്ങനെയാണ്? ഇത് തപ്പി മലയാളം പറയുന്നു. പിന്നെ ഇവന്റെ പണ്ടത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൽ അവസാനം ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഒന്ന് കാണിക്കാം. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കാൻ ശരിക്കും എന്റെ അനിയത്തിയുടെ വീട്ടില്, പിന്നെ തമിഴ്നാട്ടില്.
ഞാൻ 2 വർഷമായിട്ട് ഒളിച്ചിരിയാണ് അനിയത്തിയുടെ വീട്ടിൽ, അതായത് തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ വോയിസ് നോട്ട് ആരുടെയാണെന്ന് മനസ്സിലാക്കാൻ അത്രയും വലിയ തല പോയിക്കേണ്ട ആവശ്യം. നമുക്കറിയാം വർഷങ്ങൾ കൊണ്ടേ ഈ ഒരു പുള്ളി ഇത്തരത്തിലെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത്രയും വർഷം അല്ലെങ്കിൽ എത്രയോ സിനിമകൾ ചെയ്യുന്നു, പൊതുവേദികൾ വരുന്നു, ആളുകളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ കേവലം അനാവശ്യ വിവാദങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ. പക്ഷേ മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ നമ്മൾ നോക്കൂ. ഇത്രയും വർഷമായിട്ട് അവർ എത്രയോ സിനിമകൾ ചെയ്യുന്നു, പൊതുവേദികളിൽ വരുന്നു, ആളുകളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ കേവലം അനാവശ്യ വിവാദങ്ങൾ മാത്രമാണെന്ന് അത് വ്യക്തമാണ്. ഒരു വിവാദത്തിന് മറുപടി കൊടുക്കാതെ സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് മഞ്ജുവിന്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മഞ്ജുവിന്റെ നിലപാടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതായത് ഒരു കാലത്ത് ജനപ്രിയ നായകൻ എന്ന പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ നടനായിരുന്നു ദിലീപ്. കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹം നേടിയെടുത്ത ആ ഒരു സ്ഥാനം വളരെ വലുതായിരുന്നു. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് അദ്ദേഹത്തിന്റെ ഇമേജിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി വന്നതും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതും. സത്യം പറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലും നടൻ എന്ന നിലയിലും ദിലീപിന് സംഭവിച്ച പ്രധാന വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് എന്ന് പറയുന്നത് മഞ്ജു വാര്യരുമായുള്ള ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകൾ ഉണ്ടായപ്പോൾ അത് പക്വതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ സംഭവിച്ച വീഴ്ചകളാണ്. പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങളും കേസ് വഴക്കുകളും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ മാത്രമല്ല കരിയറിനെ വരെ ഗുരുതരമായിട്ട് തന്നെ ബാധിച്ചു. പിന്നെ രണ്ടാമത് എന്ന് പറയുന്നത് ജനപ്രീതിയിലുണ്ടായ ഒരു വലിയ ഇടിവ് തന്നെയായിരുന്നു. കേസും വിവാദങ്ങളൊക്കെ വന്നതോടെ വലിയൊരു ഭാഗം പ്രേക്ഷകർ എന്ത് ചെയ്തു, പ്രത്യേകിച്ച് സ്ത്രീകൾ ദിലീപിന്റെ സിനിമകളിൽ നിന്ന് അകന്നു മാറി. സൈബർ ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ നേരിടേണ്ടി വന്നു. പിന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ബോക്സ് ഓഫീസ് തിരച്ചടികൾ തന്നെയായിരുന്നു. അതായത് വർഷങ്ങളായിട്ട് തിയേറ്ററുകളിൽ വലിയ ക്ലീൻ ഹിറ്റുകൾ സ്വന്തമാക്കാൻ ദിലീപിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുൻപ് റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ദിലീപ് ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ പഴയ പോലെ ഒരു മുന്നേറ്റം നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ നിയമ പോരാട്ടവും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് വർഷങ്ങളായിട്ട് നീളുന്ന ഒരു കേസും വിവാദങ്ങളും കാരണം അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിപ്പെട്ടു. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെടാനുള്ള പോരാട്ടം തുടരുമ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ നഷ്ടപ്പെട്ട ആ ഒരു വിശ്വാസത്തെ തിരിച്ചു പിടിക്കുക എന്നത് ദിലീപിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ സ്വന്തം കരിയറിലും വ്യക്തി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയപ്പോൾ ദിലീപിന് ഈ ഒരു കരിയറിലും ജനപ്രീതിയിലും വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. ആത്യന്തികമായിട്ട് ഏത് പ്രതിസന്ധിയിലും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ഉദാഹരണത്തിൽ തന്നെ വ്യക്തമാണ്. സൈബർ ഓഡിറ്റിംഗിന് വിധേയമായിട്ടുള്ള ഒരാളാണ് ഇവരുടെ തന്നെ മകളായിട്ടുള്ള മീനാക്ഷി അല്ലെ. മാതാപിതാക്കൾ വേർപിരിഞ്ഞ സമയത്ത് അച്ഛനോടൊപ്പം നിൽക്കാൻ മീനാക്ഷി എടുത്ത തീരുമാനത്തെ കുറിച്ച് പലരും പല രീതിയിൽ വിമർശിക്കാറുണ്ട്. അമ്മയെ ഉപേക്ഷിച്ച് അച്ഛന്റെ കൂടെ പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും ഇതിനെ ചിത്രീകരിച്ചത്. എന്നാൽ ഒരു കുട്ടി എന്ന നിലയിൽ മീനാക്ഷിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അനുഭവിച്ച മാനസിക സമ്മർദ്ദം. വളരെ ചെറിയ പ്രായത്തിലാണ് മാതാപിതാക്കളുടെ വിവാഹമോചനവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങളും മീനാക്ഷിക്ക് അത് അഭിമുഖീകരിക്കേണ്ടി വന്നത്. സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും പൊതുസമൂഹത്തിന്റെ അനാവശ്യ ചോദ്യങ്ങളുടെയൊക്കെ അത്രത്തോളം ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെ സ്വന്തമായിട്ടൊരു തീരുമാനവും പ്രൊഫഷണൽ വളർച്ചയും നമ്മൾ കണ്ടതാണ് മീനാക്ഷിയുടെ കാര്യത്തിൽ. അതായത് ഒരു കുട്ടിക്ക് മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥ എളുപ്പമുള്ളതല്ല, അതൊന്ന് ഓർക്കുക. അന്ന് അച്ഛനോടൊപ്പം തുടരാൻ മീനാക്ഷി തീരുമാനിച്ചപ്പോൾ മഞ്ജു വാര്യർ ആ തീരുമാനത്തെ എതിർക്കാതെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ആ വിവാദങ്ങളിലൊന്നും കുടുങ്ങിക്കിടക്കാതെ സ്വന്തം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മീനാക്ഷി ഇന്നൊരു ഡോക്ടറായി മാറിയിരിക്കുകയാണ്. ഇന്നും സോഷ്യൽ മീഡിയയിലെ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ പോയി അമ്മയെക്കുറിച്ച് ചോദിച്ച് മുറിവേൽപ്പിക്കുന്നവർ നിരവധി പേരുണ്ട്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ അച്ഛന്റെയും അനിയത്തിയും മഹാലക്ഷ്മിയുടെ കൂടെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാണ് മീനാക്ഷി എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ അമ്മ എന്ന നിലയിൽ മഞ്ജു വാര്യർ ഒരു മകളുടെ സ്വകാര്യതയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ട് മാറി നിന്നു. ദിലീപ് തന്റെ ജീവിതത്തിലുണ്ടായ കൊടുങ്കാറ്റുകൾക്കിടയിലും മകളുടെ പഠനത്തിനും ഭാവിക്ക് പ്രാധാന്യം നൽകി. മീനാക്ഷി ആകട്ടെ അനാവശ്യ വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് സ്വന്തം സ്വപ്നമായ ഡോക്ടർ പദവിയിൽ എത്തുകയും ഒക്കെ ചെയ്തു. കുടുംബങ്ങളിലെ തകർച്ചകൾക്കിടയിലും ഒരു മകളുടെ ഭാവിയെ ബാധിക്കാതെ രീതിയിലും കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്കായി എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇനിയാണ് മറ്റൊരു വ്യക്തിത്വത്തെ കുറിച്ച്, അതായത് ഈ കഥാപാത്രത്തെ മെയിൻ വില്ലത്തി എന്ന റോളിൽ അറിയപ്പെട്ട ആളും മറ്റാരുമല്ല കാവ്യ മാധവൻ അല്ലെ. മലയാള സിനിമയിൽ ഒരു കാലത്ത് മുൻനിര നായികയായിട്ട് തിളങ്ങി നിന്ന കാവ്യയുടെ ജീവിതവും ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇവിടെ മഞ്ജു വാര്യർ വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് തിരികെ വന്ന കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയപ്പോൾ കാവ്യ മാധവന് സംഭവിച്ചത് എന്താണ്? അതിന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്ന് പൊതുവേദികളിൽ നിന്നൊക്കെ കാവ്യ പൂർണ്ണമായിട്ട് പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. ദിലീപും മഞ്ജുവും തമ്മിലുള്ള വേർപിരിയലിനെ കാരണം കാവ്യയാണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസ് കൂടി വന്നതോടെ ഏറ്റവും കൂടുതൽ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്നത് കാവ്യ തന്നെയാണ്.
വ്യക്തി ജീവിതത്തിൽ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ആ കാലയളവിൽ കാവ്യ കടന്നുപോയത്. എന്തായാലും ഇന്ന് സിനിമയും വിവാദങ്ങളൊക്കെ മാറ്റിവെച്ച് മകൾ മഹാലക്ഷ്മിയുടെയും മീനാക്ഷിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു സാധാരണ കുടുംബനാഥയായിട്ട് കഴിയുന്നതാണ് അങ്ങനെയാണ് കാവ്യ ആഗ്രഹിക്കുന്നത്. അടുത്തിടെ മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും കുടുംബവിശേഷങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർ ഈ കാവ്യ വീണ്ടും കാണുന്നത് തന്നെ. ചുരുക്കത്തിൽ ഈ 4 വ്യക്തികളുടെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് ചില പ്രധാന കാര്യങ്ങളാണ്. സ്വന്തം കഴിവിലും നിലപാടുകളിലും ഉറച്ചു നിന്ന് ശൂന്യതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മഞ്ജു വാര്യർ, പിന്നെ കരിയറിലും പൊതുജന മധ്യത്തിലും വലിയ തിരിച്ചടികൾ നേരിടുമ്പോഴും കുടുംബത്തെ കൂടെ നിർത്താൻ ശ്രദ്ധിക്കുന്ന ദിലീപും, അതുപോലെ അനാവശ്യ വിവാദങ്ങളിൽ കുടുങ്ങാതെ സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഡോക്ടറായി മാറിയ മീനാക്ഷി, പിന്നെ സിനിമയും ഗ്ലാമർ ലോകവും ഒക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായ കുടുംബത്തിലേക്ക് ഒതുങ്ങിയ കാവ്യ മാധവൻ. എന്തായാലും കാലം ഓരോരുത്തർക്കും നൽകിയ ജീവിത വഴികൾ വ്യത്യസ്തമാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.